ഹായ് ഫ്രണ്ട്സ്, അഗത്തി ദ്വീപിലെത്തിയ ഞങ്ങൾ നീലാകാശവും നീലക്കടലും ഒത്തുചേർന്ന് കിന്നാരം പറയുന്ന ചക്രവാളത്തിലേക്ക് കൊച്ചു ബോട്ടിൽ ഞങ്ങൾ യാത്രയാവുകയാണ്. കടും നീല നിറത്തിലുള്ള കടൽ വെള്ളവും ഇളം നീല നിറത്തിലുള്ള നീലാകാശവും അതിൽ ചേർന്ന് നിൽക്കുന്ന കാർമേഘങ്ങളും എല്ലാം കൂടി വളരെ രസകരമായ, വളരെ സുന്ദരമായ കാഴ്ചകളാണ് കടലിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ബോട്ടിലിരുന്ന് നോക്കുമ്പോൾ കരയിലെ വൃക്ഷങ്ങൾ ഒരു പച്ച നിറത്തിലുള്ള രേഖയായി അവശേഷിക്കുന്നുണ്ട്. ഞങ്ങൾ ദൂരേക്ക് യാത്ര പോവുകയാണ് എന്ന് തോന്നുന്നു. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്താനുള്ള വിഫല ശ്രമം നടത്തുന്നതായി തോന്നുന്നുണ്ട്. ബോട്ട് ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ്. കടൽ വെള്ളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കടുത്ത നീല കളറിലുള്ള വെള്ളവും ഇളം നീല കളറിലുള്ള വെള്ളവും ഇടകലർന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ബോട്ടിലിരുന്നു കൊണ്ട് കടൽ വെള്ളത്തിനെ ചുറ്റും കറങ്ങി കാഴ്ചകൾ കണ്ട് രസിച്ചു കൊണ്ടിരിക്കുകയാണ്. കടൽ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കടൽ വെള്ളത്തിലേക്ക് ചാടിയിറങ്ങി കടൽ വെള്ളത്തിന് അടിയിലുള്ള സൂക്ഷ്മജീവികളെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയും നേരിട്ട് മുങ്ങി കാണുവാനുള്ള സംവിധാനം ഒരുക്കുകയാണ് ഇവിടെ. അതിനാവശ്യമായ ലൈഫ് ജാക്കറ്റും ശ്വാസോച്ഛ്വാസം കൃത്രിമമായി നടത്താൻ സഹായിക്കുന്ന സംവിധാനങ്ങളും എല്ലാം ഒരുക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്കായി ഫിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളെ കടലിലിറങ്ങി കടലിനടിയിലേക്ക് മുങ്ങിത്താന്ന് കടലിനടിയിലുള്ള സസ്യജാലങ്ങളെയും സൂക്ഷ്മജീവികളെയും ഞണ്ടുകളെയും കൊച്ചുമീനുകളെയും കാണാനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾക്ക് മാനസികമായും ശാരീരികമായുമുള്ള പരിശീലനങ്ങൾ ഇതിനു വേണ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ തെളിഞ്ഞ നിലയിലുള്ള കടൽ ജലമായതിനാൽ കടലിനടിയിൽ കാണുന്ന സസ്യജാലങ്ങളെ ഞങ്ങൾക്ക് നേരിട്ട് ചെറിയ തോതിൽ കാണാനുള്ള കഴിവ് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ പ്രദേശത്ത് ജലനിരപ്പ് വളരെ താഴ്ന്നതായിരിക്കാം. അതാ ഞങ്ങളുടെ ഒരു സുഹൃത്ത് കടലിൽ മുങ്ങി യാത്ര ചെയ്ത് കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. മാസ്ക് ധരിച്ച് കടലിലേക്ക് ചാടാനുള്ള ഒരുക്കത്തിലാണ് മറ്റൊരു സുഹൃത്ത്. മറ്റൊരു സുഹൃത്ത് കടലിൽ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ വളരെ ജിജ്ഞാസയോടെ കടലിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ നിലകൊള്ളുകയാണ്.
ഓരോരുത്തരും കടലിലിറങ്ങി മാസ്ക് ധരിച്ച് കടലിനടിയിലുള്ള സസ്യജാലങ്ങളെ കണ്ട് തൃപ്തിയടയാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. മറ്റൊരു സുഹൃത്ത് കടലിനടിയിലുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ചില സുഹൃത്തുക്കൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കുന്നതിൻ്റെ ധൈര്യത്തിൽ കടലിലേക്ക് ചാടി ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. രണ്ട് സുഹൃത്തുക്കൾ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കടലിലേക്ക് ചാടുവാനുള്ള ഒരുക്കത്തിലാണ്. അവർ നിരീക്ഷണത്തിലാണ്, കടലിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ചാട്ടം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരു സുഹൃത്തിനെ ഏർപ്പെടുത്തി. അവർ ചാടിക്കഴിഞ്ഞിരിക്കുന്നു, കടലിലേക്ക് ചാടിയിരിക്കുകയാണ് കടലിൽ നീന്തിക്കളിക്കാൻ വേണ്ടി.